പ്രധാനമായും ഇത്തരത്തിൽ കേരളവും കർണാടകവും പരസ്പരം പഴിക്കുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് തന്നെ കർണാടകയ്ക്കകത്ത് തന്നെ ഉദ്യോഗസ്ഥരും സതീഷ് കൃഷ്ണ സെയിൽ MLA-യും രണ്ട് തട്ടിൽ നിന്ന് ആണ് വലിയ രീതിയിൽ ഇത്തരത്തിലൊരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് കാർവാറിൽ വെച്ച് ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് ഇന്ന് നേവി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി സോണാർ കൊണ്ട് പരിശോധന നടത്തിയതിനു ശേഷം പ്രത്യേക പരിശീലനം നേടിയ മുങ്ങൽ വിദഗ്ധരും നീന്തൽ വിദഗ്ധരൊക്കെ തന്നെ ഇത്തരത്തിൽ പുഴയിലിറങ്ങി തിരച്ചിൽ ഏർപ്പെടും എന്നുള്ളൊരു കാര്യം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് കാർവാറിൽ നിന്നുള്ള സംഘം എത്തുക എന്നുള്ള വിവരവും നമ്മളോട് ജില്ലാ ഭരണാധികാരികൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ യാതൊരു തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ മറ്റ് നേവി സേനാംഗങ്ങളോ ഒന്നും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല. എന്നാൽ അത്തരത്തിൽ പിന്നീട് നമ്മൾ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ജില്ലാ ഭരണാധികാരികൾ ജില്ലാ കളക്ടറും SP-യും അടക്കമുള്ള ആളുകൾ നമ്മൾക്കൊന്നും തന്നെ കൃത്യമായി മറുപടി നൽകാത്ത തരത്തിൽ മൊബൈൽ ഫോൺ പോലും എടുക്കാത്ത തരത്തിലേക്ക് മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ AK അഷ്റഫ് MLA ഇന്ന് രാവിലെ തൊട്ട് തന്നെ ജില്ലാ കളക്ടറുമായി ഒക്കെ തന്നെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു തിരച്ചിലിന്റെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നേറ്റത്തെക്കുറിച്ച് എന്തൊക്കെ തരത്തിൽ അവിടെ തിരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി വിളിക്കുന്ന സമയത്തും അവർ സഹകരിച്ചിരുന്നില്ല. പിന്നീട് ഉച്ചയോടടുക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഇത്തരത്തിൽ നാവിക സേനാംഗങ്ങൾക്ക് പോലും ഇവിടെ പുഴയിലിറങ്ങി ഒരു തിരച്ചിൽ നടത്താനുള്ള ഒരു അനുമതി ഇതുവരെയും ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാവുന്നത്. പിന്നീട് അതിനുശേഷം എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു അനുമതി നിഷേധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ മറുപടി നൽകാനായിട്ട് ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ആകെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത്. സതീഷ് കൃഷ്ണ സെയിൽ MLA ഇവിടെ എത്തുന്നു. അദ്ദേഹം ജില്ലാ ഭരണകൂടത്തിനോട് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ കയർക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ കാര്യമായ രീതിയിൽ തിരച്ചിൽ പ്രക്രിയകളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരുന്ന മാൽപേ സംഘത്തിന് പുഴയിലിറങ്ങാനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനി ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിലിറങ്ങി തിരച്ചിലിന് നേതൃത്വം നൽകിയാൽ FIR ഇട്ട് കേസിൽ കുടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുമെന്നുള്ള ഭീഷണി സ്വരങ്ങൾ പോലും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്നാൽ ഇന്ന് സതീഷ് കൃഷ്ണ സെയിൽ എന്ന ഒരൊറ്റ ആളുടെ വാക്കിന്റെ പുറത്താണ് താൻ ഇവിടെ എത്തിയത് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേയും സംഘവും പറയുന്നത്. അവരിപ്പോൾ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. ഓക്സിജൻ സിലിണ്ടറുകൾ അടങ്ങിയ ബാഗ് ഈശ്വർ മാൽപേ പുറത്ത് ധരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുഴയരികിൽ ഒരു പ്രത്യേകം തോണി സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള തിരച്ചിൽ പ്രക്രിയയുടെ രണ്ടാം ഘട്ടത്തിന്റെ ആരംഭം ഇനി വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ സതീഷ് കൃഷ്ണ സെയിലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അതിന് തൊട്ടുപിറകെ തന്നെ AK അഷ്റഫ് MLA ഇവിടെ എത്തുകയുണ്ടായി. അദ്ദേഹം ഇത്തരത്തിൽ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞ പ്രധാനമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഇത്തരത്തിൽ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ഡ്രഡ്ജിംഗ് മിഷൻ ഇവിടെ ഇത്തരത്തിൽ ഒരു മണ്ണുമാന്തി യന്ത്രത്തെക്കുറിച്ച് നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ 6 നോട്ട്സിന് മുകളിലാണ് പുഴയിലെ ഒഴുക്കെങ്കിൽ ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് മിഷനെ എത്തി മണ്ണ് നീക്കം ചെയ്യുന്നതിലും അല്ലെങ്കിൽ പാറ നീക്കം ചെയ്യുന്നതിലും വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടും എന്ന് ആദ്യമേ തന്നെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ നമ്മളോട് കൃത്യമായി പറഞ്ഞിരുന്നു. പിന്നീടാണ് പറഞ്ഞത് 3 നോട്ട്സിന് താഴെയായി കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ പുഴയിലിറങ്ങി മണ്ണ് നീക്കാൻ കഴിയുമെന്ന്. എന്തായാലും ഇന്നലെ നേവി നടത്തിയ പരിശോധനയിൽ 3.5 നോട്ട്സിന് താഴെയായിട്ടുണ്ട് ഈ നിലവിൽ പുഴയിലെ ജലനിരപ്പ് എന്നാണ്